ഭാഗം 1. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കിയിലേക്കുള്ള യാത്രയാണ് ഈ വിവരണം. പൈനാവാണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാന കേന്ദ്രം. മഹേഷിന്റെ പ്രതികാരം കണ്ട് ഇടുക്കി കാണാനുള്ള ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര തീരുമാനിച്ചത്. ആദ്യം പാലക്കാടായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. പിന്നീട് ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്തായിട്ടുള്ള ഇടമലക്കുടി 2010 ഇടുക്കിയോട് യോജിപ്പിച്ചതോടുകൂടിയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായി മാറുന്നത്. ഇടുക്കി നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കേന്ദ്രം മാത്രമല്ല, കേരളത്തിന്റെ 66% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയുള്ള ജലവൈദ്യുതി പദ്ധതികൾ വഴിയാണ്. 20 ഡാമുകളുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. പെരിയാർ, പമ്പ എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. ഏറ്റവും വലിയ ജില്ലയാണെങ്കിലും ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല എന്ന പ്രത്യേകത കൂടി ഇടുക്കിക്കുണ്ട്. ഞങ്ങൾ ഒറ്റപ്പാലത്ത് നിന്നും അങ്കമാലി പെരുമ്പാവൂർ വഴി നേര്യമംഗലത്തെത്തി. നേര്യമംഗലം പാലം കടന്ന് ഞങ്ങൾ ഹൈറേഞ്ച് കയറി തുടങ്ങി. ആദ്യത്തെ ഹെയർപിൻ വളവിൽ നമുക്ക് റാണിക്കല്ല് എന്ന സ്തൂപം കാണാൻ കഴിയും. റാണിക്കല്ല് ഹൈറേഞ്ചിലേക്കുള്ള റോഡ് പണി ആരംഭിച്ചതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്തൂപമാണ്. മലയാള വർഷം 1103 ഹൈറേഞ്ചിലേക്കുള്ള റോഡ് പണി ആരംഭിക്കുന്നത്. മലയാള വർഷം 1106 പണി പൂർത്തിയായത് എന്ന സ്തൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് അവിടെ പ്രവർത്തിച്ച ചീഫ് എഞ്ചിനീയർമാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഹൈറേഞ്ച് കയറി കഴിഞ്ഞാൽ അടിമാലി എത്തും. അടിമാലി എത്തുന്നതിന് മുന്നേ ഒരു സ്ഥലത്ത് വെച്ച് നല്ലൊരു കാഴ്ച കിട്ടി. ഒരുപാട് മലകൾ ഒരുമിച്ച് വെച്ച പോലെ മല മാത്രമുള്ള ലോകം കാണുന്നത് ഒരു അനുഭവമായിരുന്നു. ഹിമാലയൻ സംസ്ഥാനങ്ങളെ നമുക്ക് അങ്ങനെ മലകളുടെ ലോകം കാണാൻ കഴിയും. എന്നാൽ കേരളത്തിൽ ഒരു മലകളുടെ ലോകം നമുക്ക് കാണാൻ ഇടുക്കിയിൽ പോയാൽ മതി. അവിടെയുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിരുന്നു. ആ കടയിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് ചോദിച്ചു, മഴ സമയത്ത് ചായക്കട നടത്തുവാൻ പറ്റുമോ എന്ന്. നടത്തുവാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് ഞങ്ങൾ ചായക്കട തുറക്കാറില്ല എന്ന് പറഞ്ഞു. നല്ല രുചിയുള്ള ചായയായിരുന്നു. രുചിയെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് സൂര്യനെല്ലി ചായപ്പൊടിയാണത്രേ. ഉടുമ്പൻചോല താലൂക്കിൽപ്പെട്ടതാണ് സൂര്യനെല്ലി, മൂന്നാറിന് മുകളിൽ. അവിടെ കുറച്ചുകൂടി രുചിയുള്ള ചായപ്പൊടിയാണ് എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അവരുടെ സ്വന്തം തോട്ടത്തിലെ ഏലക്കായ പൊടിച്ചതും ചേർത്താണ് ചായ ഉണ്ടാക്കുന്നത്.